ഹലോ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പം ഇന്ന് നമ്മളൊരു പുതിയ സെക്ഷൻ ആയിട്ടാണ് വന്നത്. അതായത് ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും എന്ന പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. 8th ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏതാ മക്കളെ? അളവുകളും യൂണിറ്റുകളും. ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ തന്നെ കുറേ അളവുകൾ നിങ്ങൾക്ക് അറിയാം, അതുപോലെ കുറേ അതിന്റെ യൂണിറ്റുകളും അറിയാം അല്ലെ. അപ്പൊ ഇതില് നമ്മൾ എങ്ങനെയാണ് അളവുകളെ മെഷർ ചെയ്യുന്നത്, അതുപോലെ അതിന്റെ യൂണിറ്റുകൾ എങ്ങനെ എഴുതണം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, തുടങ്ങല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗർ ഈ ഓരോന്നും നോക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും കാണുന്നുണ്ടല്ലേ. നോക്കിയേ, ആദ്യത്തെ ഒരാൾ എന്താക്കുക, ഇവിടെ ഒരു കുഴിയുണ്ട്. ഇത് കുഴിയാട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു കുഴീനെ അയാൾ എന്താക്കുക, അളക്കാണ്. എന്ത്? കുഴിയുടെ ആഴം അളക്കുന്ന ഫസ്റ്റത്തെ പിക്ചർ. ഓക്കെ, രണ്ടാമത്തെ പിക്ചർ നോക്കിയേ, നിങ്ങളോട് നിങ്ങളെ അമ്മമാര് പറയാണ്, ഒന്ന് കടയിൽ പോയിട്ട് ഇത്ര കിലോ ഉള്ളി വാങ്ങ്, ഇത്ര കിലോ തക്കാളി വാങ്ങുന്നൊക്കെ പറയാറില്ലേ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് കടയിൽ ചെന്നു, എന്നിട്ട് നിങ്ങൾ ആ കടക്കാരനോട് പറയാണ്, എനിക്ക് കുറച്ച് തക്കാളി വേണം. അങ്ങനെയാണോ നിങ്ങൾ പറയുക? ചിലവർ പറയും എനിക്ക് കുറച്ച് തക്കാളി വേണമെന്ന്. അല്ലെങ്കിൽ എന്താക്കും, നിങ്ങൾ പറയും 1 കിലോ തക്കാളി അല്ലെങ്കിൽ 1/2 കിലോ തക്കാളി എന്നൊക്കെ പറയാൻ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വാങ്ങുന്നേ കണ്ടിട്ടില്ലേ ഓരോ സാധനങ്ങൾ. ഓക്കെ, അതുപോലെ ഒരു കടയിൽ ചെന്നപ്പോൾ ആ കടക്കാരൻ എന്താക്കി, കുറേ തക്കാളി എടുത്തിട്ട് നമ്മുടെ ഇതെന്താണ്, നമ്മുടെ ആ വേയിങ് മെഷീനില്ലേ, നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കുന്ന ആ വേയിങ് മെഷീനിൽ വെച്ചു. ഓക്കെ, അപ്പൊ ഈ റീഡിങ് കാണിച്ചു 3.500 കിലോഗ്രാം എന്ന് കാണിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിയേ, ഇതെന്താ, നമ്മൾ അടിപൊളി ഡ്രസ്സൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, തയ്യൽ കടക്കാരൻ്റെ അടുത്ത് പോകും അല്ലേ. അങ്ങനെയല്ലേ ചെയ്യുക? എന്നിട്ട് തയ്യൽക്കാരനോട് നമ്മൾ പറയും, ഈ ഡ്രസ്സ് ഒന്ന് നാളത്തേക്ക് അടിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോരുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ ഭയങ്കര അടിപൊളി മോഡലൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അയാൾ എന്താക്കും, നമ്മൾ ആ മോഡലിനനുസരിച്ച് നമ്മൾ എന്താക്കും, ഒരു ടാപ്പ് അങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമ്മുടെ ഫുൾ എത്ര ലെങ്ത് വേണം, നീളം എത്ര വേണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കൈ എത്ര വേണം, ഫുൾ വേണോ ഹാഫ് വേണോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാറില്ലേ. അതായത് നമ്മള് ടൈലറിങ് ഷോപ്പിൽ അല്ലെങ്കിൽ തയ്യൽ കടക്കാരൻ്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം എന്താക്കും, നമ്മുടെ അളവ് അയാൾ എന്താക്കും, അയാളെ കയ്യിലുള്ള ടാപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് അളക്കും ഇല്ലേ. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഗർ പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ഫിഗർ നോക്കിയേ, അടുത്ത നാലാമത്തെ. അതായത് നിങ്ങളുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഓട്ടക്കാരുണ്ടാവില്ലേ, അടിപൊളിയായിട്ട് ഓടുന്നവരുണ്ടാവില്ലേ. അങ്ങനെ ഒരുപാട് പേര് ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ ഓടുകയാണ്. ഓരോ ട്രാക്കിലൂടെ അങ്ങനെ 4-5 പേര് ഓടുകയാണ്. അപ്പൊ നമ്മൾ എന്താക്കും, ഒരു ടൈമർ വെക്കും അല്ലെ. നമ്മുടെ ഇപ്പൊ സാറ്, നമ്മുടെ സ്പോർട്സ് മാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താക്കും, നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നമ്മൾ ഓടുമ്പോൾ എത്ര സെക്കൻഡിൽ നമ്മൾ ഓടിക്കഴിഞ്ഞു, ആ ലാപ്പ് ഫുൾ എത്ര സെക്കൻഡിൽ കഴിഞ്ഞു എന്ന് കണ്ടെത്തൂലേ. അപ്പൊ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്പോർട്സ് മാഷ് ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ആരെങ്കിലും ആണ് ഓടുന്നതെന്ന് വിചാരിക്കുക, ട്രാക്കിലൂടെ അടിപൊളി വേഗത്തിൽ ഓടുക. അപ്പൊ നിങ്ങളുടെ സാർ എന്താക്കും, കയ്യിലെ ഒരു വാച്ച് കൈ പിടിച്ചിട്ട് എന്താക്കും, നിങ്ങൾ ഇത്ര സെക്കൻഡ് കൊണ്ടാണ് ഓടി തീർത്തതെന്ന് പറയും ഇല്ലേ. അതാണ് ഇത്. ക്ലിയർ ആയോ? അടുത്ത പിക്ചർ ഒന്ന് നോക്കിയേ. അടുത്ത പിക്ചർ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മമ്മയോ അമ്മച്ചനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എന്താക്കും, നമ്മുടെ ഡോക്ടേഴ്സ് കയ്യിലൊരു സാധനമൊക്കെ ചുറ്റിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ എന്ത് നോക്കും, പ്രഷർ നോക്കുന്ന കണ്ടില്ലേ ഇല്ലേ. ഈ ഒരു ഇൻസ്ട്രുമെന്റ്, അതുപോലെ കയ്യിലൊരു സാധനം കിട്ടുന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പ്രസ് ചെയ്യും, കണ്ടിട്ടില്ലേ. അതാണ് എന്ത്, നമ്മുടെ പ്രഷർ, ബ്ലഡ് പ്രഷർ നോക്കുകയാണിത്. മനസ്സിലായോ? ബ്ലഡ് പ്രഷർ അഥവാ BP എന്നൊക്കെ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടോ. നമ്മുടെ പ്രഷർ ഇത്രയാണ്, പ്രഷർ കൂടുതലാണ്, പ്രഷർ കുറവാണെന്നൊക്കെ പറയാറില്ലേ. അതാണ് ഈ ഒരു പിക്ചർ. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലൊക്കെ. നമ്മുടെ കൊറോണ ടൈമിൽ, അതായത് കൊറോണ ടൈമിൽ എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു അവസ്ഥയായിരുന്നു അല്ലേ. ആ കൊറോണ ഫസ്റ്റ് ഒക്കെ വരുമ്പോൾ എന്താക്കും, ആര് ഹോസ്പിറ്റലിൽ പോയാലും എന്താക്കും, ഫസ്റ്റ് തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അങ്ങനെ ഈ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് ഈ ഒരു പിക്ചർ. ഇതായിരിക്കും നിങ്ങൾക്ക് അത്ര ഒരു പെട്ടെന്ന് ക്ലിക്ക് ആവാതെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ. അപ്പൊ ഈ ഒരു ഫസ്റ്റത്തെ പിക്ചർ കുഴിയുടെ ആഴമളക്കാണ്. രണ്ടാമത്തേത് എന്താക്കണത്, നമ്മുടെ തൂക്കം നോക്കുക അല്ലെ. നമ്മൾ തക്കാളിയാണ് വാങ്ങിയത് അല്ലെങ്കിൽ ഉള്ളിയാണ് വാങ്ങിയതെങ്കിൽ എന്താക്കും, നമ്മുടെ കടക്കാരൻ ആദ്യം തൂക്കം നോക്കിയിട്ടാണ് നമ്മളോട് അതിന്റെ എന്ത് പറയാ, പൈസ പറയാ അല്ലെ. അടുത്തത് നോക്കിയേ, നമ്മൾ തയ്യൽ കടക്കാരൻ്റെ അടുത്ത് പോയാൽ അയാൾ നമ്മുടെ എന്താക്കും, ഫുള്ള് നമുക്ക് എന്താണ് അളവുകൾ അതൊക്കെ അദ്ദേഹം ചോദിച്ചറിയും. എന്ത്? ടാപ്പിംഗ് മെഷർ യൂസ് ചെയ്തിട്ട്. അടുത്തത് നോക്കിയേ, നമ്മളുടെ സ്പീഡ് എന്താക്കി, നമ്മുടെ സ്പോർട്സ് മാഷ് എന്താക്കി, ടൈം യൂസ് ചെയ്ത് കണ്ടെത്തി. അടുത്തത് ഒരാളുടെ ബ്ലഡ് പ്രഷർ അഥവാ BP എന്താക്കി കണ്ടെത്തി, അഥവാ രക്തസമ്മർദ്ദം. ഇംഗ്ലീഷ് വേണ്ട, നമുക്ക് BP വേണ്ട. നിങ്ങൾ BP ആവും കേട്ടിട്ടുണ്ടാവുക, അല്ലാതെ രക്തസമ്മർദ്ദം എന്നൊന്നും ആരും പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും രക്തത്തിന്റെ സമ്മർദ്ദം കണ്ടെത്തി. അടുത്തതോ നമ്മുടെ ടെമ്പറേച്ചർ അഥവാ ബോഡിയുടെ താപം കണ്ടെത്തി. ക്ലിയർ ആയോ? അതാണ് ഈ 6 പിക്ചറിലും കൂടി കാണിച്ചു വെച്ചത്. ക്ലിയർ ആയോ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സാധനം തന്നെ ഞാൻ ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. ക്ലിയർ?
ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ ആ ഒരു 6 ഫിഗറിനെ വെച്ചിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇത്. നോക്കിയേ, സന്ദർഭം, അതുപോലെ അവിടെ യൂസ് ചെയ്ത ഭൗതിക അളവ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അതായത് മക്കളെ നോക്കിയേ, നമ്മൾ ആദ്യം തന്നെ കുഴിയുടെ ആഴം അളക്കുകയല്ലേ ചെയ്തത്. അതായത് കുഴിയുടെ ആഴം അളക്കുമ്പോൾ നമുക്കറിയാം, വലിയൊരു കുഴി ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഒരു ആഴം അളക്കും. ആ ആഴം എന്ന് പറയുന്ന സാധനം എന്താ നമ്മൾ അവിടെ അളക്കുന്നത്? അതായത് ആ കുഴിയുടെ നീളമാണ് മക്കളെ അളക്കുന്നത്, അല്ലേ? നിങ്ങൾ ആ കുഴിയുടെ ആഴം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ കുഴിന്റെ ആഴം എന്താക്കും, അതിന്റെ കറക്റ്റ് നീളം അങ്ങോട്ട് മെഷർ ചെയ്താൽ പോരെ. അപ്പൊ സംഭവം കിട്ടിയില്ലേ? ലെങ്ത് മെഷർ ചെയ്താൽ എന്തായി? നമുക്ക് ആ കുഴിയുടെ ആഴം കിട്ടും. അതാണ് ഇവിടെ എഴുതിയത് നീളം എന്ന്. മനസ്സിലായി? അതായത് നീളമാണ് നമ്മൾ അതുവരെ എന്താക്കിയത്, അളന്നത്. അടുത്ത് നോക്കിയേ, പച്ചക്കറിയുടെ തൂക്കം. നമ്മുടെ ഫിഗറിൽ കുറെ തക്കാളി ഒരു പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ എന്താക്കി, ഒരു വെയിങ് മെഷീനിൽ അങ്ങോട്ട് കൊണ്ടുവച്ചു, അല്ലെ? അപ്പൊ എന്താക്കി, നമുക്ക് 3.500 കിലോഗ്രാം എന്ന് പറഞ്ഞ ഒരു സാധനം കണ്ടു. അതെന്താ? അതിന്റെ മാസാണ്, അല്ലേ? നിങ്ങൾ ഏത് സ്ഥലത്തും പോയിട്ട് നിങ്ങൾ എന്താക്കും, ഇത്ര തൂക്കം വേണമെന്ന് പറയുമ്പോൾ ആ വെയിങ് മെഷീനിൽ അങ്ങോട്ട് നോക്കും. അപ്പൊ എന്താക്കും, നമുക്ക് അതിന്റെ മാസ് കിട്ടും, ഇല്ലേ? ഇനി അടുത്തത് നോക്കിയേ, തയ്യൽക്കാരൻ അളവെടുക്കുകയാണെന്ന് വിചാരിക്കുക. തയ്യൽക്കാരൻ അളവെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മളുടെ കൈയിന്റെ ഇത്ര ലെങ്ത് മതി കൈ, അല്ലെങ്കിൽ എനിക്ക് ഫുൾ കൈ വേണം, പാൻറ് ഇത്ര ഇറക്കം വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മുടെ ഓരോ നീളങ്ങൾ കൊടുക്കല്ലേ ചെയ്യുന്നേ? ആ അളവ് എന്താണ്? നീളമല്ലേ കൊടുക്കുന്നേ? നീളം അല്ലേ? നിങ്ങളെ നീളമല്ലേ അളക്കുന്നേ? കൈയിന്റെ നീളം ഇത്ര വേണം, അല്ലെങ്കിൽ കൈ ഫുൾ കൈ വേണം, പാന്റിന് ഇത്ര ഇറക്കം വേണം എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോന്നിന്റെയും നീളം, ആ അളവല്ലേ എടുക്കുന്നേ? ഓക്കെ, അപ്പം തയ്യൽക്കടക്കാരൻ എന്താക്കുന്നു, നമ്മുടെ നീളം അളക്കുന്നു. അടുത്തത്, ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തും. എന്തിനാ ഈ സ്റ്റോപ്പ് വാച്ച്? പറഞ്ഞേ, സ്റ്റോപ്പ് വാച്ച് എന്തിനാ? നമ്മൾ എത്ര സമയം എടുത്തു എന്ന് സാറ് പറയുക. എങ്ങനെയാ? നമ്മുടെ സ്റ്റോപ്പ് വാച്ച് സാറ് നോക്കും. നിങ്ങൾ ഇപ്പം വേണ്ട, നിങ്ങൾ കണ്ടില്ലേ സിനിമയിൽ എന്തായാലും കണ്ടിട്ടുണ്ടോ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നീ ഇത്ര വേഗത്തിലെത്തി എന്ന് പറയാറില്ലേ? അതെന്താണ് അവിടെ കണ്ടെത്തുന്നത്? അയാൾ ഓടിത്തീർത്തത് എത്ര സമയം കൊണ്ടാണ്, അഥവാ സമയമാണല്ലേ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് കണ്ടെത്തുന്നത്, അല്ലേ? സമയം കണ്ടെത്തി. അടുത്തത്, നമ്മുടെ രക്തസമ്മർദ്ദം. ഞാൻ പറഞ്ഞ ബ്ലഡ് പ്രഷർ, BP എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ മലയാളമാണ് എന്ത് മക്കളെ? രക്തസമ്മർദ്ദം. അവിടെ എന്താക്കി? രക്തസമ്മർദ്ദം അളക്കുക ചെയ്തത്, അല്ലേ? അഥവാ അവിടെ എന്താ അളർന്നേ? അളന്നേ എന്താണ്? സമ്മർദ്ദല്ലേ? സമ്മർദ്ദം ആയി പോയിട്ടോ, പേര് പെട്ടെന്ന് കിട്ടിയില്ല. പ്രഷർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തായി? പ്രഷർ എന്ന് തറവായി പോയി. ഓക്കെ, നമ്മളിവിടെ എന്താ അറിഞ്ഞേ? രക്തത്തിന്റെ സമ്മർദ്ദം അളന്നു. എന്താളന്നു? അഥവാ പ്രഷർ, അഥവാ മലയാളത്തിൽ നമുക്ക് സമ്മർദ്ദം അളന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, സമ്മർദ്ദം അളന്നു, അല്ലെങ്കിൽ പ്രഷർ അളന്നു എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? നമ്മൾ പ്രഷർ എന്നാണല്ലോ പറയാറ്, അതാണ് എനിക്ക് പെട്ടെന്ന് കിട്ടാൻ. ഓക്കെ, അടുത്തത്, ശരീരത്തിന്റെ ചൂട്. ഞാൻ പറഞ്ഞു ഏറ്റവും 6ാമത്തെ പിക്ചർ നോക്കിയേ. ഇവിടെ എന്താ ചെയ്തേ? നമ്മുടെ ബോഡി, മനസ്സിലായി? നമ്മുടെ ശരീരത്തിന്റെ താപം എത്രയുണ്ട് എന്ന് അളന്നു. നമ്മള് നല്ല പനിച്ചൊക്കെ പോയി ഫസ്റ്റ് തന്നെ ഡോക്ടേഴ്സ് പറയാണോ നിങ്ങൾ ഈ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയാണോ ചെയ്യുക? അല്ല, പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡീന്റെ താപം അഥവാ ടെമ്പറേച്ചർ എത്ര ഉണ്ടെന്ന് ആദ്യം മെഷർ ചെയ്യൂലേ? വായാലൊരു സാധനമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് തന്നെ. അപ്പൊ ഇവിടെ വേറൊരു സാധനം യൂസ് ചെയ്ത് കണ്ടെത്തുന്നു മാത്രമല്ലേ. എന്താണ് കണ്ടെത്തുന്നത്? ചൂട് അഥവാ താപം കണ്ടെത്തും, അല്ലേ? നോക്കിയേ, അപ്പൊ കുഴിയുടെ ആഴം നീളമാണ് അളന്നത്, പച്ചക്കറിയുടെ മാസാണ് അളന്നത്, തയ്യൽക്കാരൻ എന്താ ചെയ്തത്? നീളമാണ് അളവെടുത്തത്, അല്ലെ? അതുപോലെ ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് എന്തിനാ യൂസ് ചെയ്തത്? സമയം കണ്ടെത്താൻ. അതുപോലെ രക്തത്തിന്റെ സമ്മർദ്ദം എന്താ നമ്മൾ ചെയ്തത്? സമ്മർദ്ദമാണ് അവിടെ അളന്നെടുത്തത്. ആ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നമ്മൾ എന്താക്കി? നമ്മുടെ ബോഡീന്റെ ബ്ലഡ് പ്രഷർ അഥവാ സമ്മർദ്ദം കണ്ടെത്തി. അതാണ് ഞാൻ എഴുതിയ സമ്മർദ്ദം കണ്ടെത്തി. മനസ്സിലായോ? അടുത്തത്, ശരീരത്തിന്റെ ചൂടളക്കുന്ന ഉപായത്തിൽ നമുക്ക് എന്താ കിട്ടിയത്? ശരീരത്തിന്റെ താപനില കിട്ടി, അല്ലെ? താപനില എന്ന് എഴുതാം. താപനില കണ്ടെത്തി. അപ്പൊ നോക്കിയേ, ഓരോ സന്ദർഭത്തിലും നമ്മൾ എന്താ ചെയ്തത്? ഓരോന്നാണ് എന്താക്കിയത്? അളന്നെടുത്തത്, അല്ലെ? ഫസ്റ്റ് നീളം അളന്നു, പിന്നെ 2ാമത്തെ കേസിൽ എന്ത് ചെയ്തു? മാസ് അളന്നു, 3ാമത്തെ കേസിൽ നീളം വീണ്ടും അളന്നു തയ്യൽക്കാരൻ, പിന്നെ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്ത് സമയം കണ്ടെത്തി നമ്മുടെ സ്പോർട്സ് മാഷ്. അടുത്തത്
നമ്മുടെ ബ്ലഡ് പ്രഷർ കണ്ടെത്തി, അഥവാ ബ്ലഡ് സമ്മർദ്ദം, രക്തസമ്മർദ്ദം കണ്ടെത്തി. സമ്മർദ്ദമല്ലേ കണ്ടെത്തിയത്? അത് കഴിഞ്ഞിട്ട് താപനില, നമ്മുടെ ബോഡീന്റെ ടെമ്പറേച്ചറും കണ്ടെത്തി. അതായത് ഓരോ സന്ദർഭത്തിലും എന്താക്കി, നമ്മൾ ഓരോന്നിന്റെയും അളവാണ് എടുത്തത് അല്ലെ. ഈ അളവുകളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഭൗതിക അളവുകൾ എന്ന് പറയാ. അതായത് ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളെയാണ് എന്തെന്ന് പറയാ, ഭൗതിക അളവുകൾ. നിങ്ങൾക്ക് ഓരോ സന്ദർഭം ഉണ്ടാവും, ഓരോ അളവുകളായിരിക്കും. അല്ലാതെ എല്ലാ സമയത്തും ഒരേ അളവുകളായിരിക്കോ? അല്ല. കാരണം ഇതിൽ നോക്കിയാലും മനസ്സിലാവും, ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളും എന്താണ്, മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോന്ന് അളക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ അളക്കുന്ന സുഖ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളെയാണ് മക്കളെ എന്തെന്ന് പറയാ, ഭൗതിക അളവുകൾ. മനസ്സിലായോ? ഭൗതിക അളവുകൾ അതിനെ പറയാം. ഇംഗ്ലീഷിലാണെങ്കിൽ അതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാറുണ്ട്. അതായത് ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഏത് അളവാണോ യൂസ് ചെയ്യുന്നത് അതിനെയാണ് സിമ്പിളായിട്ട് എന്ത് പറയാ, ഭൗതിക അളവുകൾ. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? അതാണ് ഇത് കാണിച്ചത്. അപ്പം ഭൗതിക അളവ് ഏതൊക്കെ ഉണ്ട് നിങ്ങളോട് ചോദിക്കാണ്. അതായത് ഭൗതിക അളവിന് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ ഏതൊക്കെ എഴുതാ? നീളം, നീളം ഒരു ഭൗതിക അളവാ. പിന്നെ മാസം ഒരു ഭൗതിക അളവാ. സമയം ഒരു ഭൗതിക അളവാ. പിന്നെ സമ്മർദ്ദം അഥവാ പ്രഷർ എന്താണ്, ഒരു ഭൗതിക അളവാണ്. പിന്നെ താപനില വേറൊരു ഭൗതിക അളവുകളാണ്. പിന്നെ ഏതൊക്കെ ഭൗതിക അളവുകളുണ്ട് നോക്കിയേ. പിന്നെ ഏതൊക്കെ നിങ്ങൾക്കറിയാം? ഫോഴ്സ് അഥവാ ബലം ഒരു ഭൗതിക അളവല്ലേ? ആണ്. അങ്ങനെ ഒരുപാട് ഭൗതിക അളവുകളെ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് കുറച്ച് എക്സാമ്പിൾ നമ്മൾ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നേരിട്ട് കണ്ടെത്തി ഫിഗർ യൂസ് ചെയ്ത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കിയേ. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഇപ്പം ഭൗതിക അളവുകൾ പറഞ്ഞു. ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയുന്നത്, ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ആ ഭൗതിക അളവിന് എക്സാമ്പിൾ, ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. നീളം, നിങ്ങൾക്കറിയുന്ന ഭൗതിക അളവുകളൊക്കെ എന്താക്കുക, എഴുതി വെക്കുക. നീളം, മാസ്, സമയം, താപനില, അതുപോലെ പ്രഷർ ഒക്കെ എന്താണ്, ബലം, എല്ലാം ഭൗതിക അളവുകൾക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഭൗതിക അളവുകളെ തന്നെ മക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഭൗതിക അളവുകളെ എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടളവുകൾ. അതാണ് മക്കളെ, ഒന്ന് അടിസ്ഥാന അളവുകൾ. മനസ്സിലായോ? ഭൗതിക അളവുകളെ രണ്ടായി തരംതിരിക്കാം. അപ്പൊ അതിലെ ആദ്യത്തെ തരം ഏതാണ്? അടിസ്ഥാന അളവുകളാണ് ആദ്യത്തെ തരം. ക്ലിയർ ആയോ? രണ്ടാമത്തെ ടൈപ്പാണ് ഏത്? വ്യുൽപ്പന്ന അളവുകൾ. വ്യുൽപ്പന്ന അളവുകൾ. മനസ്സിലായോ? ഭൗതിക അളവിനെ രണ്ടായി തരം തിരിക്കുമ്പോൾ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തെ കാറ്റഗറി അടിസ്ഥാന അളവുകൾ എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തേത് ഏതാണ്? വ്യുൽപ്പന്ന അളവുകൾ. ഇങ്ങനെ ഈ രണ്ടും ഏതാണ്? നമ്മുടെ അളവുകൾ, ഭൗതിക അളവുകൾ. അതിനെ രണ്ടായി തരം തിരിച്ചാലും ഒരു കാറ്റഗറിയാണ് അടിസ്ഥാന അളവുകൾ. അടുത്തതാണ് ഇന്ന് മക്കളെ വ്യുൽപ്പന്ന അളവുകൾ. ഭൗതിക അളവിന് ഉദാഹരണങ്ങൾ ഓർമ്മല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഈ അടിസ്ഥാന അളവുകൾ, അതുപോലെ എന്താണ് വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് പഠിക്കാൻ പോകുന്നത്. നോക്കിയാലോ? നോക്കിയേ, ഭൗതിക അളവുകൾ ധാരാളമുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്ന് അറിയപ്പെടുന്നു. അതായത് നമ്മൾ കുറേ ഭൗതിക അളവിനെ നേരത്തെ കണ്ടുല്ലേ? ഓരോ സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന അളവുകളെയാണ് എന്തെന്ന് പറയാ, ഭൗതിക അളവുകൾ. ആ ഭൗതിക അളവുകളിലെ കുറച്ചെണ്ണാണ്. നീളം നമ്മൾ നേരത്തെ നോക്കിയ ഒരു ഭൗതിക അളവാണ്. മാസ് നമ്മൾ നേരത്തെ നോക്കിയ ഒരു ഭൗതിക അളവാണ്. സമയം നേരത്തെ നോക്കിയൊരു ഭൗതിക അളവാണ്. പിന്നെയോ താപനിലയും എന്താണ് നേരത്തെ നോക്കിയൊരു ഭൗതിക അളവാണ്. അതിന്റെ കൂടെ തന്നെ ഇവിടെ നോക്കിയ പദാർത്ഥത്തിന്റെ അളവ്. പദാർത്ഥത്തിന്റെ, അതായത് ഒരു സബ്സ്റ്റൻസ് തന്നാൽ അതിന്റെ, അതായത് എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് പദാർത്ഥത്തിന്റെ അളവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ പദാർത്ഥം എത്ര ഉണ്ട് നിങ്ങളോട് പറയാണ്. നിങ്ങൾക്ക് ഒരു സാധനം തന്ന് ഈ ഒരു സാധനം എത്ര ഉണ്ട് എന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ പദാർത്ഥത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയാറ്. മനസ്സിലായല്ലോ? അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രത. മനസ്സിലായോ? വൈദ്യുത പ്രവാഹ തീവ്രത ഇതുമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ വേറെ എന്താണ്? പ്രകാശ തീവ്രത എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ തീവ്രതയുണ്ട്, അതുപോലെ വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രതയുണ്ട്. ഇതും എന്താണ്? ഈ ഒന്ന്, ഇത് അതുപോലെ ഇതും എന്താണ്? ഭൗതിക അളവുകൾ തന്നെയാണ്. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞത്. ഇതിപ്പോ നിങ്ങൾ കേൾക്കുന്ന, അതായത് പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത, വൈദ്യുത പ്രവാഹ തീവ്രത. ഈ പ്രകാശ തീവ്രതയൊക്കെ നിങ്ങൾ കേട്ടത് തന്നെയായിരിക്കും. അതുപോലെ പദാർത്ഥത്തിന്റെ അളവ് അത് ഞാൻ പറഞ്ഞു തന്നൂന്നേള്ളൂ. അപ്പൊ നോക്കിയേ, നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത, ഇത്രയും അളവുകളെയാണ് മക്കളെ നമ്മൾ എന്ത് പറയാ? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാ നോക്കിയേ? നീളം,
ഏതാ അടിസ്ഥാന അളവ്? ആദ്യത്തത് നീളം, പിന്നെ മാസ് ഒരു അടിസ്ഥാന അളവാ, പിന്നെ സമയം അടുത്ത അടിസ്ഥാന അളവാ, പിന്നെ താപനില അടുത്ത അടിസ്ഥാന അളവാ. ഇത് നാലും നിങ്ങൾ നേരത്തെ പഠിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. നീളമുണ്ട്, മാസ് ഉണ്ട്, താപനിലയുണ്ട്, സമയമുണ്ട്. ഇനി നിങ്ങൾ പഠിക്കാത്ത, അതായത് ഇപ്പം പുതിയതായി നമ്മൾ പഠിച്ചേതാ? പദാർത്ഥത്തിന്റെ അളവ്. അടുത്തത് അഞ്ചാമത്തത് ഏതാ? പദാർത്ഥത്തിന്റെ അളവ്. ഇനി അടുത്തത് ഏതാ? വൈദ്യുത പ്രവാഹ തീവ്രത. ആറാമത്തെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രത. ഇനി ഏഴാമത്തെ ലാസ്റ്റ് വൺ ഏതാണ്? പ്രകാശ തീവ്രത. പ്രകാശ തീവ്രത. ഇങ്ങനെ ഈ 7 എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഭൗതിക അളവ് തന്നെയാണ് ഇതൊക്കെ. ആ ഭൗതിക അളവിനെ 2ആയി തരം തിരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ കാറ്റഗറിയായ അടിസ്ഥാന അളവുകളുടെ ഉദാഹരണമാണ് ഈ 7 എണ്ണം. ഈ 7 എണ്ണം മക്കളെ നിങ്ങൾ തറോവായി പഠിക്കണം. പഠിച്ച സെറ്റായില്ലേ? ഇപ്പം തന്നെ പഠിച്ചേക്ക്, വേഗം പഠിച്ചേക്ക്. 7 എണ്ണം ഏതൊക്കെയാ? നീളമുണ്ട്, മാസ് ഉണ്ട്, അടുത്തത് ഏതാണ്? സമയം, അടുത്തത് താപനില. 4 എണ്ണം സെറ്റാ. പിന്നെ 3 എണ്ണം പുതിയതായി പഠിച്ചത് പദാർത്ഥത്തിന്റെ അളവ്. അടുത്തത് 5. 6 ഏതാ? നോക്കിയേ, 6 ഏതാണ്? വൈദ്യുത പ്രവാഹ തീവ്രത. 6 പഠിച്ചു. 6. ഏഴാമത്തത് ഏതാ? പ്രകാശ തീവ്രത. ഇങ്ങനെ 7 എണ്ണം ഏതാണ്? ഏത് കാറ്റഗറിയിൽ വരും? നമ്മുടെ അടിസ്ഥാന അളവുകളുടെ കൂട്ടത്തിലായിട്ട് വരിക. അടിസ്ഥാന അളവുകളാണ് ഈ 7 എണ്ണം. അപ്പൊ നിങ്ങളോട് ഉദാഹരണം എഴുതാൻ പറഞ്ഞാല് ഇത്രയും 7 എണ്ണം, 7 അടിസ്ഥാന അളവുകൾ ഏതൊക്കെ എന്നാ നിങ്ങളോട് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഈ 7 എണ്ണം എഴുതി വെച്ചോളണം, ഒന്നുപോലും മറന്നുപോയത്. മനസ്സിലായല്ലോ? ഓക്കെ, നോക്കിയേ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഇതാണ് മക്കളെ നമ്മുടെ അടിസ്ഥാന അളവുകളുടെ ഡെഫിനിഷൻ. എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെഴുതണം? ഇതങ്ങോട്ട് എഴുതി വെച്ചോളണം. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നത്. പരസ്പരം ബന്ധം നോക്കിയേ. നീളം എടുക്കുകയാണ് ഞാൻ. അതായത് നേരത്തെ നമ്മൾ ഒരാൾ എന്താക്കി? കുഴിയുടെ ആഴം അളന്നു. അയാള് നീളം നേരെ അളക്കല്ല ചെയ്തത്, അല്ലാതെ വേറെ 2-3 സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്തിട്ടാണോ നീളം കണ്ടെത്തിയ? അല്ല. നീളം എന്താണ്? ഒരു റൂമിന്റെ നീളം നിങ്ങളോട് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താക്കും? ഒരു ടാപ്പ് അങ്ങോട്ട് എടുക്കും, നേരെ അങ്ങോട്ട് മെഷർ ചെയ്യും. അങ്ങനെ നേരിട്ട് എടുക്കല്ലാതെ വേറെ 2-3 അളവുകളൊക്കെ കണ്ടുപിടിച്ച് അത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണോ നമ്മൾ കണ്ടുപിടിക്കുക? അല്ല. ഇനി സമയം നോക്കുക. നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ വാച്ച് എടുത്തിട്ട് നമ്മൾ എന്താക്കും? ഇപ്പോൾ ഒരാൾ ഓടുകയാണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തും, അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പരസ്പരം ബന്ധമില്ലാതെ കിടക്കുന്നതും അതുപോലെ മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തത്. അതാണ് മറ്റു അളവുകൾ ഒന്നും യൂസ് ചെയ്യില്ല. ഞാനിപ്പം പറഞ്ഞ ലെങ്ത്, അതായത് നീളം, അതുപോലെ സമയം, ഏതെങ്കിലും മറ്റു അളവുകൾ യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നേ? അല്ല. അതുപോലെ തന്നെ അവയ്ക്ക് പരസ്പരം വല്ല ബന്ധമുണ്ടോ? ഇല്ല. അതാണ് പറഞ്ഞത്, പരസ്പരം ബന്ധമില്ല. മനസ്സിലായോ? അവര് സിംഗിൾ പ്രസംഗ. മനസ്സിലായോ? അതുപോലെ തന്നെ മറ്റു അളവുകൾ ഉപയോഗിച്ചോ പ്രസ്താവിക്കാനും കഴിയില്ല. അവരെന്ന് പറഞ്ഞാൽ മക്കളെ സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. സിംഗിൾ ആളുകളാണ് അവര്. മനസ്സിലായോ? ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അതുപോലെ മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് എന്ത് പറയാ? അടിസ്ഥാന അളവുകൾ. പരസ്പരം ബന്ധമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെയോ? മറ്റേതെങ്കിലും അളവുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നീളത്തിനെ കണ്ടുപിടിക്കാൻ കഴിയോ? ഉണ്ടോ? ഇല്ല. സമയത്തിന് വേറെ ഏതെങ്കിലും അളവ് യൂസ് ചെയ്തിട്ടാണോ കണ്ടെത്തുന്നത്? അല്ല. ഇങ്ങനെയുള്ള അളവുകളെയാണ് എന്ത് എന്ന് പറയുന്നത്? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ബൈഹാർട്ടാക്കി അല്ല വേണ്ടത്, മനസ്സിലാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഉദാഹരണം പഠിച്ചു വെച്ചാൽ മതി, അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എഴുതും. നീളം, സമയം പരസ്പരം ബന്ധമില്ലാതെ കിടക്കുന്നതും അതുപോലെ തന്നെ എന്താണ്? മറ്റു അളവുകൾ ഉപയോഗിച്ച് എഴുതാൻ കഴിയാത്തതുമായ അല്ലെങ്കിൽ പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് എന്തെന്ന് പറയുന്നത്? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടിസ്ഥാന അളവുകൾ എക്സാമ്പിൾ ഏതൊക്കെയാ? നീളം, പിന്നെ സമയം, പിന്നെ ഏതാ? താപനില. പിന്നെ ഏതാ? സമയം പറഞ്ഞു, നീളം പറഞ്ഞു, താപനില, പിന്നെ ഒന്നും കൂടി മാസ്. ഇത് നമ്മൾ സെറ്റ് ആയതാ. അടുത്തത് പദാർത്ഥത്തിന്റെ അളവ്, പിന്നെ പ്രകാശ തീവ്രത, പിന്നെ വൈദ്യുത പ്രവാഹ തീവ്രത. 7 എണ്ണം സെറ്റ് ആയിട്ടോ. അത് ഏതിലാ വരുന്നത്? അടിസ്ഥാന അളവുകൾ. അതാണ് ഈ പറഞ്ഞത്. ക്ലിയർ ആയോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് പഠിക്കണം. അടിസ്ഥാന അളവുകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണ് എന്തെന്ന് പറയാ? അടിസ്ഥാന അളവുകൾ. സെറ്റാണോ? എക്സാമ്പിൾ പഠിച്ചോ? ഉദാഹരണം പഠിച്ചില്ലേ? ഓക്കെ.
ഇനി അടുത്ത നോക്കിയേ, നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഭൗതിക അളവിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊന്നാം താള് അടിസ്ഥാന അളവ്. പിന്നെ ഏതാ പഠിച്ചേ? പിന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്? പിന്നെ നമ്മൾ പഠിച്ചത് വ്യുൽപ്പന്ന അളവുകൾ പഠിച്ചില്ല. അതിൽ പറഞ്ഞു വ്യുൽപ്പന്ന അളവുകൾ എന്നല്ലേ. അപ്പം ഈ അടിസ്ഥാന അളവുകൾ മാത്രമാണോ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്? നമ്മൾ ഓരോ ദിവസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളിപ്പോൾ അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അടിസ്ഥാന അളവുകൾ മാത്രമേ, ആ 7 എണ്ണം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ 7 എണ്ണം മാത്രമാണോ? ഇല്ല, നമ്മൾ 7 എണ്ണം. ഇപ്പൊ നേരത്തെ നമ്മൾ ടേബിളർ കോളത്തിൽ പറഞ്ഞു രക്തസമ്മർദ്ദം കണ്ടുപിടിക്കുന്നു എന്ന്. രക്തസമ്മർദ്ദം, അതൊരു അടിസ്ഥാന അളവല്ലല്ലോ ഞാൻ പറഞ്ഞത്. 7 എണ്ണം മാത്രമേ നിങ്ങൾക്ക് അടിസ്ഥാന അളവുള്ളൂ കേട്ടോ. ആ 7 എണ്ണത്തിന് ഞാൻ എന്ത് പറഞ്ഞു? ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം പറഞ്ഞു. ഇല്ല. പിന്നെ ഞാൻ വേറൊരു സാധനം പറഞ്ഞു, നേരത്തെ ഒരു ഉദാഹരണം, ഫോഴ്സ് അഥവാ ബലം. അതൊരു അടിസ്ഥാന അളവാണോ? അല്ല. 7 എണ്ണത്തിൽ അടിസ്ഥാന അളവിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മുടെ നിത്യജീവിതത്തിൽ അടിസ്ഥാന അളവ് മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അടിസ്ഥാന അളവ് മാത്രമാണോ? അല്ല, മറ്റു പല അളവുകളും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നോക്കാം. ഓക്കെ, നോക്കിയേ. അപ്പൊ നിത്യജീവിതത്തിൽ നാം അടിസ്ഥാന അളവുകൾ മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല. ചിത്രങ്ങൾ നോക്കൂ. ഇവയോരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിലെ ഭൗതിക അളവുകൾ ഏതെല്ലാമാണ്? ഇവിടെ നേരത്തെ തന്ന പോലെ തന്നെ വ്യത്യസ്തമായ 3 പിക്ചർ ഉണ്ട് അല്ലെ. നിങ്ങളോട് ചോദിച്ചത് ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇവയോരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിലെ, അതായത് ഈ ഒരു സിറ്റുവേഷൻ നോക്കുക, ഈ ഒരു സിറ്റുവേഷൻ നോക്കുക, ഈ ഒരു സിറ്റുവേഷൻ 1, 2, 3, ഈ 3 സിറ്റുവേഷനിലും മക്കളെ നമ്മളോട് ചോദിക്കുന്നത് ഏത് ഭൗതിക അളവുകളാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. നമുക്കറിയാം അടിസ്ഥാന യൂണിറ്റ് അല്ല ഞാൻ പറഞ്ഞു, അടിസ്ഥാന അളവുകൾ ഞാൻ പറഞ്ഞു 7 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. അതല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കരുത്. ആ 7 എണ്ണം അല്ലാതെ നമ്മൾ പലതും ഉപയോഗിക്കുന്നുണ്ടല്ലേ നിത്യജീവിതത്തിൽ. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് എന്തൊക്കെ അളവുകളാണ്, ഏതൊക്കെ ഭൗതിക അളവാണ് ഓരോന്നിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു തരേണ്ടത് കേട്ടോ നിങ്ങൾ. അപ്പൊ ഇത് നോക്കിയേ, ഈ ഒരു പേപ്പർ, അതായത് ഈ ഒരു പേപ്പർ കഷ്ണം എടുക്കുകയാണെങ്കിൽ ഇത് നോക്കിയേ, ഇവിടത്തെ അളവ് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടത്തെ അളവ് നോക്കിയേ 1.2 മീറ്റർ. മനസ്സിലായോ? അതായത് ഇതെന്താണ്? നീളമാണ്. ഇതെന്താണ്? നമ്മൾ പേപ്പറിന്റെ വീതിയാണ്. അതുപോലെ നോക്കി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നീളം എത്ര തന്നു? 2.4 മീറ്റർ തന്നിട്ടുണ്ട്. അടുത്ത നോക്കിയേ, ഇത് നമ്മുടെ ഈ വീതി 1.2 മീറ്റർ വരുന്നുള്ളൂ. അതായത് ഒരു സാധനത്തിന്റെ ഒരു പേപ്പർ കഷ്ണം എടുത്തപ്പം പേപ്പർ കഷ്ണം അല്ല കേട്ടോ, സോറി എനിക്ക് പെട്ടെന്ന് പേപ്പർ കഷ്ണം എന്ന് തോന്നിയതാണ്. നമ്മളൊരു റൂം എടുക്കുമ്പം റൂമിന്റെ അവിടുത്തെ ഇതൊരു റൂമാണെന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ റൂമിന്റെ അവിടുത്തെ വാതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് എന്താ അറിയാ തോന്നി, ഒരു പേപ്പർ കഷ്ണമാണെന്നാ തോന്നി. ഇങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലായി പേപ്പർ കഷ്ണമല്ലാന്ന്. നോക്കിയേ, ഇവിടെ ഒരു വാതിലുണ്ട് എന്ന് വിചാരിക്കുക. വാതിലിന്റെ നീളവും അളന്നു, അതുപോലെ വീതിയും അളന്നു. മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു ജനലുണ്ട് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുറക്കുന്ന ഒരു സാധനം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെയും എന്താണ് നീളം 3 മീറ്റർ എന്നും തന്നു, 1.2 മീറ്റർ വീതിയും തന്നു. രണ്ടും തന്നില്ലേ? ഓക്കെ. അതുപോലെ നോക്കിയേ, ഈ രണ്ടാമത്തെ പിക്ചർ നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുക? ഒരാൾ ഒരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലെ, കുടിക്കാനാവും. ഓക്കെ. മൂന്നാമത്തേതിൽ നോക്കിയേ, എന്താണ്? എന്തോ ഒരു മരുന്ന്, നമുക്കറിയില്ല എന്താ മരുന്ന്. അതെന്താക്കുക? നമുക്കറിയാം, നമ്മളൊരു മെഷർ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്, അതിലേക്ക് മരുന്ന് ഒഴിക്കും. എത്ര മില്ലിയാണ് വേണ്ടത്, അല്ല കുറച്ചും കൂടി വേണോ എന്ന് പറഞ്ഞിട്ട് അത് ഒഴിച്ചിട്ടല്ലേ നമ്മൾ കുടിക്കാം. അങ്ങനെ 3 സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഉപയോഗിച്ച ഭൗതിക അളവുകളെ കുറിച്ചാണ് പറയാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇതിനെ ബന്ധിപ്പിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളർ കോളം നമ്മൾ ഇപ്പം പറഞ്ഞതാ ഈ 3 സിറ്റുവേഷൻ വെച്ചിട്ടുള്ള സാധനം ആട്ടോ പറഞ്ഞത്. മനസ്സിലായല്ലോ? നോക്കിയേ, ആദ്യത്തെ സന്ദർഭം ചുമര് പെയിന്റ് ചെയ്യുന്നത്, അതാ പറഞ്ഞത്. ഇപ്പം ഞാൻ ഫസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണ്, ഒരു പേപ്പർ കഷ്ണം എന്നാണ്. ഇങ്ങനെ നോക്കിയപ്പോൾ സോറി തെറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാ. ഇവിടെ നോക്കുമ്പോൾ നമ്മളൊരു റൂമാണ്, ആ റൂമിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഓപ്പണിംഗ് ആണ് വിചാരിച്ചോ, ഇതും ഒരു ഓപ്പണിംഗ് ആണ്. അപ്പൊ നമ്മള് ബാക്കി സ്ഥലമൊക്കെ നമുക്ക് എന്താക്കണം, പെയിന്റ് ചെയ്യാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ പെയിന്റ് ചെയ്യുന്നതിന് എന്താക്കും, നമുക്ക് പെയിന്റ് നമ്മൾ പെയിന്റ് ചെയ്യുന്നതിന് ഇവിടെ ഒറ്റയടിക്ക് പെയിന്റ് ചെയ്യാം. നമുക്ക് ഇത്ര മതി എന്ന് പറയാണോ ചെയ്യുക, എത്ര പെയിന്റ് മതി എന്നാണോ പറയാ? അല്ല. അപ്പൊ നമുക്ക് എന്താക്കണം, നമുക്ക് ആ ചുമര് ഏത് ഭാഗമാണോ പെയിന്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തിന്റെ കറക്റ്റ് അളവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എത്ര പെയിന്റ് വേണം എന്ന് നമ്മളെ പെയിന്റ് അടിക്കാരന് മനസ്സിലാവണമെങ്കിൽ എന്താ, അയാൾ പറയും ഇത്ര പെയിന്റ് ആണ് അടിക്കാൻ വേണ്ടത് ഈ വീടിന് എന്ന് പറയുന്നത് എങ്ങനെയാ? അതായത് നമ്മുടെ ചുമരുണ്ടെങ്കിൽ ആ ചുമര്, ഇനിയിപ്പൊ നിങ്ങൾക്ക് വാതിലിനും ജനലിനൊക്കെ നമ്മൾ പെയിന്റ് അടിക്കും. ഇപ്പൊ പോളിഷ് ആണെങ്കിൽ പോളിഷ്, ഇപ്പം വേറൊരു തരം പെയിന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ അടിക്കണമെങ്കിൽ എന്താക്കണം, ആ ഓരോന്നിന്റെയും അളവ് കറക്റ്റ് ആയിട്ട് കിട്ടണം. മനസ്സിലായോ?
ഓക്കെ, അതുപോലെ തന്നെ നോക്കിയേ രണ്ടാമത്തെ സിറ്റുവേഷൻ. അപ്പൊ ഒന്നാമത്തെ നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത് നോക്കുകയാണെങ്കിൽ മരുന്നിന്റെ അഥവാ ദ്രാവകത്തിന്റെ അളവ്. നമ്മളിപ്പം രണ്ടാമത്തെ പിക്ചറിൽ പറഞ്ഞു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണ്, അല്ലെങ്കിൽ മൂന്നാമത്തേതിൽ എന്താണ്, നമ്മൾ മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പോലൊരു സാധനത്തിൽ നമ്മൾ മരുന്ന് ഒഴിച്ച് കുടിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ യൂസ് ചെയ്ത ഭൗതിക അളവ് ഏതായിരിക്കും മക്കളെ? അവിടെയൊക്കെ ഉപയോഗിച്ച ഭൗതിക അളവ് ഏതായിരിക്കും? അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ടേബിളർ കോളം. കിട്ടിയാ? നോക്കിയേ, ചുമര് പെയിന്റ് ചെയ്യുന്നതിന് നമുക്ക് എന്താ അവിടെ അറിയേണ്ടത്? നമുക്ക് അതിന്റെ നീളം, നമ്മളൊരു ചുമര് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നീളം അറിയണം, വീതി അറിയണം. നീളം വീതി അറിഞ്ഞാൽ നിങ്ങൾക്ക് പെയിന്റ് അടിക്കുക പറ്റുമോ? അല്ലെങ്കിൽ പെയിന്റ് അടിക്കാരൻ പറയും, ഓ ഈ ചുമരിന്റെ നീളം ഇത്രയാണ്, ഇതിന്റെ വീതി ഇത്രയാണ്, ഓ നീളം വീതി അത് മാത്രം മതി, എനിക്ക് എന്താക്കാം ഫുള്ള് പെയിന്റ് അടിക്കാൻ പറഞ്ഞ പെയിന്റ് അടിക്കാരൻ എന്താക്കും? പെയിന്റിന്റെ കണക്ക് പറയും ഇല്ല. അപ്പൊ നമ്മൾ എന്താക്കും? അവിടെ നമ്മൾ ചുമര് പെയിന്റ് ചെയ്യുന്നതിന് ചുമരിന്റെ പരപ്പളവ് കണ്ടുപിടിക്കും. മനസ്സിലായോ? ചുമരിന്റെ എന്ത് കണ്ടുപിടിക്കും? പരപ്പളവ്, അഥവാ ആ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? എവിടെയാണോ പെയിന്റ് അടിക്കേണ്ടത്, അല്ലെങ്കിൽ ജനലിനായിക്കോട്ടെ, വാതിലിനായിക്കോട്ടെ, ചുമരിനായിക്കോട്ടെ, എവിടെ പെയിന്റ് അടിക്കുകയാണെങ്കിലും ആ ഒരു ഭാഗത്തിന്റെ പരപ്പളവ് നമുക്കറിയണം. അതിനാണ് നീളം വീതി അവിടെ നമ്മൾ നോക്കിയത്. മനസ്സിലായോ? അപ്പം പരപ്പളവ് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഭൗതിക അളവ്. മനസ്സിലായോ? ചുമരിന്റെ ഭൗതിക അളവ് എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? അവിടത്തെ പരപ്പളവാണ് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഇനി നോക്കി അടുത്തത് മരുന്ന് അഥവാ ദ്രാവകത്തിന്റെ അളവ്. നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുകയാണ്, ആ ഗ്ലാസ്സിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. അപ്പം നമ്മൾ അവിടെ എന്താ പറയുക? അവിടെ എന്ത് അളവ് എടുത്തു എന്നാ പറയാ? നോക്കിയേ, എന്തളവ്? നമ്മളിപ്പം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു, അല്ലെങ്കിൽ ഒരു ടാങ്കിൽ വെള്ളം എടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, അല്ലെങ്കിൽ മരുന്ന് എടുത്തു. അപ്പൊ ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഭൗതിക അളവ് എന്താണ്? ആ ദ്രാവകത്തിന്റെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ആ ദ്രാവകത്തിന്റെ അളവ് എന്തിലാ കണ്ടുപിടിക്കുന്നത്? അതിന്റെ വ്യാപ്തം അഥവാ നമ്മൾ വോളിയം എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? വ്യാപ്തം അഥവാ വോളിയം കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പൊ നോക്കിയേ, രണ്ട് സന്ദർഭം, 3 ഉണ്ട്. ആ സെക്കൻഡും തേർഡും നമ്മൾ എന്താണ്? രണ്ടിലും ദ്രാവകമാണ് എടുക്കുന്നത്. ഒന്നിൽ വെള്ളമാണെങ്കിൽ മറ്റേടത്ത് മരുന്നാണ്. രണ്ടും എന്താണ്? ദ്രാവകത്തിന്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് എന്ത് ഭൗതിക അളവ് അവിടെ യൂസ് ചെയ്തത്? വ്യാപ്തം അഥവാ വോളിയം എന്ന ഭൗതിക അളവാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? ആദ്യത്തേതിലോ, ചുമരിന്റെ കേസിലോ, നമ്മൾ അതിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചു. അപ്പം മനസ്സിലായി. അതായത് ഓരോ സന്ദർഭത്തിലും നമ്മൾ ഓരോ ഭൗതിക അളവായിരിക്കും ഉപയോഗിക്കുക. കാരണം ആ സന്ദർഭത്തിൽ നമുക്ക് എന്താക്കുക? നമുക്ക് ആ സന്ദർഭം, പെയിന്റ് അടിക്കാരന് പെയിന്റ് അടിക്കാണ് വേണ്ടേ, അപ്പൊ അത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും? ഒരു ഭൗതിക അളവ് എന്താക്കും? എടുക്കും. ആ ഭൗതിക അളവ് ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ ഏതാ? പരപ്പളവാണ് അവിടെ കണ്ടുപിടിച്ചത്. രണ്ടാമതും മൂന്നാമതും ദ്രാവകത്തിന്റെ വോളിയം അഥവാ വ്യാപ്തമാണ് കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഇത് രണ്ടും അടിസ്ഥാന അളവാണ്. 7 എണ്ണത്തിൽ ഞാൻ പരപ്പളവ് പഠിപ്പിച്ചോ? ഇല്ല. അപ്പൊ അത് എന്തളവല്ല? അടിസ്ഥാന അളവല്ല. ഓ, അപ്പൊ ഇനിയിപ്പൊ ഏത് അളവായിരിക്കും? അടുത്തത് വ്യാപ്തം അഥവാ വോളിയം. ഞാൻ അടിസ്ഥാന അളവായ 7 അളവുകളുണ്ട്. നീളമുണ്ട്, മാസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാ? സമയമുണ്ട്, താപനില ഉണ്ട്. 4 എണ്ണത്തിലില്ല. ഇനി 3 എണ്ണം കൂടി ഉണ്ടല്ലോ. അതിലുണ്ടോ നോക്കിയേ? ഏതൊക്കെയാ ഉള്ളത്? 1 വൈദ്യുത പ്രവാഹ തീവ്രത, അതല്ല. പിന്നെ പ്രകാശ തീവ്രത, അതാണോ? അല്ല. പിന്നെ പദാർത്ഥത്തിന്റെ അളവുണ്ടോ? ഇല്ല. അപ്പൊ ആ 7 അടിസ്ഥാന അളവുകളും അല്ലാത്ത വേറെ 2 പുതിയ അളവുകളാണ്. അപ്പൊ നോക്കിയേ, അപ്പൊ വ്യാപ്തമാണ് ഇവിടെ പരപ്പളവ്. നോക്കിയേ, ഈ പരപ്പളവ് എന്ന ഭൗതിക അളവ് എങ്ങനെയാ കണ്ടെത്തുക? നിങ്ങൾക്കൊരു ചുമരിന്റെ നീളം അറിയാം, അതുപോലെ നിങ്ങൾക്ക് ആ ചുമരിന്റെ വീതിയും അറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, പരപ്പളവ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. LB, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഭാഗത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് നിങ്ങൾക്ക് കിട്ടും. ഇല്ലേ? കണ്ടെത്തിയില്ലേ? ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, വോളിയം അഥവാ വ്യാപ്തം. മനസ്സിലായോ? വോളിയം അഥവാ വ്യാപ്തമാണ്. അപ്പം വോളിയം അഥവാ വ്യാപ്തം നിങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കല്? നിങ്ങൾ മാത്സിലൊക്കെ സ്ഥിരം ചെയ്യുന്ന ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പറയും, ഇതിന്റെ വോളിയം കണ്ടുപിടിക്കുക, മറ്റേതിന്റെ വോളിയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ വ്യാപ്തം, മറ്റേതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കില്ലേ? അപ്പൊ എന്തായിരിക്കും വ്യാപ്തം എന്ന് പറയുന്നത്? നോക്കിയേ, ഒരു സാധനത്തിന്റെ വ്യാപ്തം, നീളം. നിങ്ങൾക്ക് വീതിയും അറിയാം, അവിടത്തെ ഹൈറ്റും അറിയാം. അപ്പൊ ഈ ഒരു ദ്രാവകം എടുക്കുകയാണെങ്കിൽ ആ ദ്രാവകം ഒരു ബോട്ടിലാണെങ്കിൽ അവിടുത്തെ നീളം നിങ്ങൾക്ക് അറിയും, വീതി അറിയും, അതുപോലെ അവിടുത്തെ ഹൈറ്റും നിങ്ങൾക്ക് അറിയും. അപ്പൊ എന്ത് കണ്ടിരിക്കും? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്.
അങ്ങനെ ചെയ്താൽ h എന്ന് എഴുതിയ ഹൈറ്റിനെ കേട്ടോ, ഉയരം. ഓക്കെ, മലയാളം അങ്ങോട്ട് എഴുതാല്ലേ. ഓക്കെ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു എന്ത് ചെയ്യാം, ഹൈറ്റ് എന്ന് എഴുതാം. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു എന്ത് ചെയ്യാം, ഹൈറ്റ് എന്ന് എഴുതാം. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒരു സാധനത്തിന്റെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പം ചുമര് പെയിന്റ് ചെയ്യുന്നതിന് നമ്മൾ പരപ്പളവാണ് ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ ദ്രാവകത്തിന്റെ അളവിന് വോളിയം അഥവാ വ്യാപ്തമാണ് ഉപയോഗിച്ചത്. മനസ്സിലായോ? അപ്പൊ രണ്ടും എന്തല്ല, നമ്മുടെ അടിസ്ഥാന അളവല്ല. കാരണം എന്താണ്, പരപ്പളവ് എന്ന് പറയുന്നത് നമ്മൾ എന്താക്കുക, ഒറ്റയടിക്ക് കണ്ടുപിടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമുക്കൊരു സാധനത്തിന്റെ പരപ്പളവ് കണ്ടെത്തണമെങ്കിൽ അവിടെ നമുക്ക് നീളം മസ്റ്റും. നീളം വേണം. നീളം മാത്രം ഉണ്ടായിട്ട് നിങ്ങൾക്ക് പരപ്പളവ് കണ്ടെത്താൻ പറ്റും? ഇല്ല. ആ ഒരു ഭാഗത്തിന്റെ ഏതും കണ്ടെത്തണം, വീതിയും അറിയണം. അങ്ങനെ നീളവും വീതിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളൂ, പരപ്പളവ് അഥവാ ഏരിയ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലേ? അവ രണ്ടും പരസ്പരം ബന്ധിപ്പിച്ചിട്ടല്ലേ നമ്മൾ എന്താക്കിയത്, പരപ്പളവ് അഥവാ ഏരിയ കണ്ടെത്തിയത്. നീളവും വീതിയും കൂടി എന്താക്കി, അങ്ങോട്ട് ഗുണിച്ചു. അല്ലേ? അടുത്തത് ദ്രാവകത്തിന്റെ അളവ് വ്യാപ്തം എന്ന ഭൗതിക അളവ് ഉപയോഗിച്ച് കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തിയേ? വോളിയം. പെട്ടെന്ന് അങ്ങോട്ട് സുപ്രഭാതത്തിൽ ഇതാണ് ഇതിന്റെ വോളിയം എന്ന് പറയണം? അല്ല. എന്താണ്, നമ്മൾ അവിടുത്തെ നീളവും വീതിയും അതുപോലെ അവിടുത്തെ ഉയരവും കണ്ടുപിടിച്ച് അവ മൂന്നും കൂടി ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, വോളിയം അഥവാ വ്യാപ്തം എന്ന ഭൗതിക അളവ്. മനസ്സിലായോ? അപ്പൊ ഇത് എന്തല്ല, അടിസ്ഥാന അളവുകളല്ല. ആണോ? അല്ല. അതായത് അടിസ്ഥാന അളവുകൾ പറഞ്ഞാൽ എന്താണ്, അവയ്ക്ക് പരസ്പരം യാതൊരു ബന്ധവുമില്ല. അതുപോലെ മറ്റളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താനും പറ്റൂല. പക്ഷെ ഇവിടെയോ നമ്മുടെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചാണ് ഈ പരപ്പളവ് കണ്ടെത്തിയത്. അതുപോലെ വ്യാപ്തം എന്നതും അടിസ്ഥാന അളവ് ഉപയോഗിച്ച് കണ്ടെത്തി. അല്ലേ? നീളം ഒരു അടിസ്ഥാന അളവല്ലേ, അത് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ പരപ്പളവും വോളിയം അഥവാ വ്യാപ്തമൊക്കെ കണ്ടുപിടിച്ചേ. അതേ മക്കളെ, അതെ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. സിമ്പിൾ അല്ലേ? അതായത് പരപ്പളവ് വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചത്? ഏതൊക്കെ അളവാ ഉപയോഗിച്ചത്? നീളമല്ലേ ഉപയോഗിച്ചേ? രണ്ട് സാധനത്തിലും പരപ്പളവാണെങ്കിലും വ്യാപ്തമാണെങ്കിലും കണ്ടെത്താൻ എന്താക്കി, നീളം അങ്ങോട്ട് കണ്ടെത്തി. അല്ലേ? ഓക്കെ. രണ്ടു സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു ചുമരെടുത്തിട്ട് നീളം എന്ന് പറയുന്നത്, ഒരു ചുമരിന്റെ ഇതാണ് നിങ്ങളുടെ ചുമര് നോക്ക്, ഇതാണ് നിങ്ങളുടെ ചുമരിന്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഇതല്ലേ അതിന്റെ നീളം എന്ന് പറയുന്നത്? അല്ലേ? അതാണ് പറയുന്നത്. രണ്ടു സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് ഏത് ഭൗതിക അളവിനെയാണ് സൂചിപ്പിക്കുന്നത്? നീളം എന്ന ഭൗതിക അളവിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലേ? ഒരു ലൈൻ തന്നിട്ട് അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഒരു എന്തെന്ന് പറയുന്നത്, ഒരു രേഖ, ഒരു നേർരേഖയാണ്. ഈ ഒരു ബിന്ദു അഥവാ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള അളവെടുത്താൽ അത് അതിന്റെ എന്താ, നീളമായി. ആ നീളം എന്ന ഭൗതിക അളവിന് അപ്പൊ എന്താണ്, രണ്ടു സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരത്തിനെയാണ് നീളം എന്ന ഭൗതിക അളവ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? നോക്കിയേ, പരപ്പളവ് വ്യാപ്തം എന്ന അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത്. നീളം എന്ന അടിസ്ഥാന അളവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് കണ്ടെത്തിയത്? വ്യാപ്തവും അതുപോലെ അവിടെ പരപ്പളവും കണ്ടെത്തിയത്. അല്ലേ? കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായോ? വ്യുൽപ്പന്ന അളവുകൾ. അടിസ്ഥാന അളവ് എന്ന് പറഞ്ഞാൽ എന്താ, അവര് സിംഗിൾ പ്രസംഗം, ഞാൻ പറഞ്ഞു സിംഗിൾ ആണ് അവര്. പക്ഷേ വ്യുൽപ്പന്ന അളവ് തന്നെ അല്ല, അടിസ്ഥാന അളവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വ്യുൽപ്പന്ന അളവുകൾ ഉണ്ടായത് തന്നെ. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റിയ അളവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വ്യുൽപ്പന്ന അളവുകൾ. പഠിച്ചോ? ഇപ്പം തന്നെ പഠിച്ചോ? അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവുകളെ എന്തു പറയും? വ്യുൽപ്പന്ന അളവുകൾ. അപ്പൊ മനസ്സിലായോ? ഭൗതിക അളവാണ് ഇതൊക്കെ. ആ ഭൗതിക അളവിനെ രണ്ടെണ്ണായി തരംതിരിച്ചു. ഒന്ന് അടിസ്ഥാന അളവ്, 7 എണ്ണം ഓർത്തോ, 7 എണ്ണം ഓർത്തോ. ഏതൊക്കെയാ? മാസ് ഉണ്ട്. ഓക്കെ, മാസ്. സമയമുണ്ട്. പിന്നെ ഏതാ? നീളം. മറന്നുപോയോ? നീളം. പിന്നെ ഏതാണ്?
നീളം പറഞ്ഞു, സമയം പറഞ്ഞു, താപനില പറഞ്ഞു, മാസ് 4 3 വേറെ. ഏതൊക്കെയാണ്? പദാർത്ഥത്തിന്റെ അളവ്, പിന്നെ പ്രകാശ തീവ്രത, പിന്നെ വൈദ്യുത പ്രവാഹ തീവ്രത. 7 അടിസ്ഥാന അളവ്. ഈ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവുകൾ, അതായത് പരപ്പളവ് അടിസ്ഥാന അളവായ നീളം ഉപയോഗിച്ച് കണ്ടെത്തി, വ്യാപ്തം അഥവാ വോളിയം അടിസ്ഥാന അളവായ നീളം ഉപയോഗിച്ച് കണ്ടെത്തി. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുന്ന അളവുകളെ എന്തെന്ന് പറയും? വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? നോക്കിയേ, അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് എന്തെന്ന് പറയാ? വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയാ. രണ്ടിന്റെ ഡെഫിനിഷൻ അപ്പൊ നമുക്ക് കിട്ടി. എന്താണ് അടിസ്ഥാന അളവുകൾ, എന്താണ് വ്യുൽപ്പന്ന അളവുകൾ? കറക്റ്റ് മനസ്സിലായോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? വ്യുൽപ്പന്ന അളവുകൾക്ക് ഉദാഹരണം പറഞ്ഞാൽ എന്തൊക്കെ പറയും? പരപ്പളവ് അല്ലേ, വോളിയം അല്ലേ? ഇതൊക്കെ എന്താണ്? നമ്മുടെ വ്യുൽപ്പന്ന അളവുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ എന്തൊക്കെയാ മക്കളെ എക്സാമ്പിള്? പരപ്പളവ്, പിന്നെ വ്യാപ്തം. എല്ലാത്തിനും നിങ്ങൾ പഠിക്കുമ്പോൾ എന്താക്കണം? എക്സാമ്പിൾ അഥവാ ഉദാഹരണം പഠിച്ചു വെക്കണം. പരപ്പളവും വ്യാപ്തം ഏത് അടിസ്ഥാന അളവാ യൂസ് ചെയ്യുന്നത്? ഏത് അടിസ്ഥാന അളവ് ഉപയോഗിക്കും? നീളം എന്ന അടിസ്ഥാന അളവ് ഉപയോഗിച്ച് നമുക്ക് ആരെ കണ്ടെത്താം? വ്യുൽപ്പന്ന അളവുകളെ കണ്ടെത്താം. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അടുത്ത ഭാഗത്തേക്ക് വരാം. നിങ്ങൾ ഈ സിലിണ്ടർ കണ്ടോ? നോക്കിയേ, ഈ സിലിണ്ടറിൽ അത്ര ക്ലിയർ ആവുന്നില്ലേ? ഇവിടെ അതായത് ഈ സിലിണ്ടറിന്റെ മുകളില് 14.2 കിലോഗ്രാം, അതാട്ടോ അവിടെ എഴുതിയത്. ഇവിടെ തന്നെ ഇതാ 14.2 കിലോഗ്രാം. നോക്കിയേ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിലൊക്കെ സുപരിചിതമായ ഒരാളാണ്. ഇത് ആരാണ്? നമ്മുടെ സിലിണ്ടർ. അടുക്കളയിലെ വില്ലാളി വീരൻ ആരാ? നമ്മുടെ സിലിണ്ടർ. ഇതിൽ നിങ്ങൾ കാര്യം നടക്കുമോ? ഒന്നും നടക്കൂല. നമ്മുടെ അമ്മമാരൊക്കെ ആരെ ആശ്രയിച്ചിട്ടാ നിൽക്കുന്നേ? ഇയാളെ ആശ്രയിച്ചിട്ട് അല്ലേ? അപ്പൊ നോക്കിയേ, ഈ സിലിണ്ടറിന്റെ മുകളിൽ 14.2 കിലോഗ്രാം. ഈ 14.2 കിലോഗ്രാം എഴുതിയിട്ടുണ്ടല്ലേ, എന്താ ഈ 14.2 കിലോഗ്രാം? നോക്കിയേ, അതായത് ഈ ഒരു ഗ്യാസിന്റെ മുകളിൽ അതിന്റെ തൂക്കമാവില്ല ഇത് എഴുതിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പച്ചക്കറി കടയിലൊക്കെ പോയാൽ നമ്മൾ എന്താകും? ഇത്ര കിലോ ഉള്ളി വേണം, ഇത്ര കിലോ തക്കാളി വേണം എന്നൊക്കെ പറയും അല്ലേ? അതിന്റെ എന്താണ്? തൂക്കമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിലിണ്ടറിന്റെ മുകളിൽ എഴുതി അതിന്റെ തൂക്കാവൂലേ? ആണ്. നോക്കിയേ, സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ്, ഈ തൂക്കം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇതിന്റെ മാസ്. ഇതിന്റെ ഈ ഒരു തൂക്കം എന്ന് പറയുന്നത് 14.2 കിലോഗ്രാം. അതായത് ഇതിന്റെ മാസാണ് ഇത്. അതാണ് ചോദിച്ചത്. സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്ര മക്കളെ രേഖപ്പെടുത്തിയത്? 14.2 കിലോഗ്രാം. ടെക്സ്റ്റിലുണ്ട് കേട്ടോ, 14.2 കിലോഗ്രാം ആണ് രേഖപ്പെടുത്തിയത് അല്ലേ? നോക്കിയേ, ഇവിടെ മാസ് എന്ന ഭൗതിക അളവ് ഞാൻ പറഞ്ഞു. മാസ് എന്താ? ഭൗതിക അളവിൽ 2 പഠിച്ചു. ഏതൊക്കെ? അടിസ്ഥാന അളവും വ്യുൽപ്പന്ന അളവും. അതിൽ ഈ മാസ് ഏതിലാ വരുന്നത്? ഏതിലാ? അടിസ്ഥാന അളവാണോ വ്യുൽപ്പന്ന അളവാണോ? നോക്കിയേ, മാസം നിങ്ങൾ ഇവിടെ വേറെ നീളം ഇൻറ്റു വീതി അങ്ങനെ കണ്ടെത്തിയാണോ? അല്ല. ഇവിടെ എന്തെങ്കിലും ഉപയോഗിച്ച് കണ്ടെത്തിയോ? അല്ല, നേരിട്ട്. അപ്പം 14.2 കിലോഗ്രാം അതിന്റെ മാസാണ്. മാസ് ഏതാണ്? അടിസ്ഥാന അളവാണോ വ്യുൽപ്പന്ന അളവാണോ? നോക്കിയേ, അടിസ്ഥാന അളവ്. എന്തെങ്കിലും ഉപയോഗിച്ച് കണ്ടെത്തിയോ? അല്ല. അപ്പൊ എന്താണ്? ഇതൊരു അടിസ്ഥാന അളവ്. അപ്പം മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തിയത്. ഞാൻ ഈ സിലിണ്ടറിന്റെ മുകളിൽ വെറും 14.2 എന്ന് എഴുതി നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? 14.2 ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്ത് എന്ത് മനസ്സിലാവാനാ? ഒരു സംഖ്യ, അത്രയല്ലേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് 14.2 കിലോഗ്രാം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായോ ഇതിന്റെ മാസാണ്. അല്ലെങ്കിൽ നിങ്ങൾ 14.2 നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? നമ്മൾ വിചാരിക്കും ഇത് എത്രാമത്തെ സിലിണ്ടർ ആവൂലേ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ട് 14.2 കിലോഗ്രാം എന്ന് എഴുതിയത്. അപ്പൊ നോക്കിയേ, ഇതിന്റെ മാസിനെ ഒരു സംഖ്യാമൂല്യവും അതുപോലെ ഒരു യൂണിറ്റ് ഉപയോഗിച്ചാണ് ഇവിടെ എഴുതിയത്. അതായത് മക്കളെ, നമ്മള് ഒരു അളവിനെ രേഖപ്പെടുത്തുമ്പോൾ, ഒരു ഭൗതിക അളവിനെ രേഖപ്പെടുത്തുമ്പോൾ എന്താക്കണം? അവിടെ അതിനൊരു സംഖ്യാമൂല്യവും അതുപോലെ തന്നെ എന്ത് വേണം? അതിനൊരു യൂണിറ്റും വേണം. മനസ്സിലായോ? സംഖ്യാമൂല്യവും വേണം, അതുപോലെ എന്താണ്? അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. 14.2 എന്ന സംഖ്യാമൂല്യവും പിന്നെന്താണ്? കിലോഗ്രാം ഉണ്ടല്ലേ അതിൻ്റെ കൂടെ, കിലോഗ്രാം എന്ന യൂണിറ്റും. ഇതെന്താണ്? ഒരു സംഖ്യാമൂല്യം. ഇതോ കിലോഗ്രാം എന്നതോ ഒരു യൂണിറ്റ് ആണ് അതിൻ്റെ എന്നിവ ഉപയോഗിച്ചാണ്
ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം മനസ്സിലായില്ല, ഈ മാസ് എന്ന് പറയുന്ന ഒരു അളവിനെ, അതായത് അടിസ്ഥാന അളവിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഒരു വാല്യൂ സംഖ്യാമൂല്യവും എടുത്തു. 14.2 എന്ന സംഖ്യാമൂല്യം എടുത്തു. അതിന്റെ കൂടെ നമ്മൾ എന്ത് എഴുതി? 14.2 കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാസിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. കിലോഗ്രാം കണ്ടത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഇത് എന്താണ്? മാസ് എന്ന് പറയുന്ന ആളാണ്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, അങ്ങനെ ഈ അപ്പൊ നേരത്തെ നമ്മൾ ഒരു സിലിണ്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ മാസ് 14.2 കിലോഗ്രാം എന്ന് തന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായി സിലിണ്ടറിന്റെ മാസ് ആണ് 14.2 എന്നത്. ഒരു സംഖ്യാമൂല്യവും അതുപോലെ തന്നെ എന്താണ്, ഒരു യൂണിറ്റും ഉപയോഗിച്ചാണ് നമ്മൾ മാസ് എന്ന അടിസ്ഥാന അളവ് അവിടെ രേഖപ്പെടുത്തിയത്. മനസ്സിലായോ? അതേപോലെ നോക്കിയേ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ പെൺകുട്ടിക്ക് പനിയാ തോന്നുന്നു അല്ലെ, മാസ്ക് ഒക്കെ ഇട്ട് വന്നു പനി തന്നെ. അപ്പൊ നോക്കിയേ, ഈ പെൺകുട്ടിയുടെ ബോഡി ടെമ്പറേച്ചർ അഥവാ ശരീരത്തിന്റെ താപനില ഊഷ്മാവ് അളന്നപ്പോ നോക്കിയേ 37.8 കിട്ടി. 37.8 എന്ന് മാത്രമാണോ നിങ്ങൾക്ക് കിട്ടുക? വെറും 37. ഇതെന്താ 37.8 ഒരു സംഖ്യ അല്ലേ? ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയുന്നത്. ചെറിയ മക്കളോട് ചോദിച്ചവരെ മക്കൾ 37.8 എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഉറക്ക വായിക്കും. അപ്പൊ 37.8. ഓക്കെ നോക്കട്ടെ. അടുത്തത് നോക്കിക്കേ, ഇവിടെ ഇയാൾ എന്താക്കുക? ഇയാളെ ഹൈറ്റ് അളന്നതാ. അപ്പം 165. ഈ ഹൈറ്റ് അളന്നതാണ് എനിക്ക് ഇങ്ങനെ മനസ്സിലായി. ഇതാ ഇവിടെ സെന്റിമീറ്റർ വന്നു, അതുകൊണ്ടല്ലേ ഹൈറ്റ് അളന്നതാണെന്ന് എനിക്ക് മനസ്സിലായേ. അല്ലെങ്കിൽ ഇത് ഹൈറ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവാനാ? അതായത് ഇയാളുടെ നീളം 165 ആയിരിക്കും. ഇയാളുടെ നീളം 165 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്തത് നോക്കിയോ, ഇവിടെ എഗെയിൻ എന്താണ്? നമ്മൾ വെയിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ എന്താണ്, നമ്മളുടെ ആ വെള്ളത്തിന്റെ ഇവിടെ ലിറ്റർ തന്നു. അപ്പൊ നമ്മളൊരു ഭാഗത്ത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ 1 കിലോഗ്രാം എന്നും തന്നിട്ടുണ്ട്. വെയിങ് മെഷീനിൽ യൂസ് ചെയ്തിട്ട് ഒന്നിന്റെ എന്താ തൂക്കം കണ്ടെത്തി. അപ്പം ഇവിടെ ചോദിച്ചത് നമ്മുടെ ചിത്രം 1, 2, 3 ഈ 3 എണ്ണാണ്. അതിലെ ഭൗതിക അളവ് ഏതാന്നും അവിടെ യൂസ് ചെയ്ത സംഖ്യാമൂല്യവും അതിന്റെ യൂണിറ്റുമാണ് നമ്മളോട് ചോദിച്ചത്. എന്നിട്ട് രേഖപ്പെടുത്തുന്ന രീതിയുമാണ് ചോദിച്ചത്. അപ്പൊ നോക്കി, ആദ്യത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ 37.8 എന്താണ്? ഏത് ഭൗതിക അളവ് അപ്പൊ ഇവിടെ യൂസ് ചെയ്ത്? 37.8 എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ താപനിലയല്ലേ 37.8. അപ്പൊ അവിടെ യൂസ് ചെയ്ത ഭൗതിക അളവ് ഏതാ മക്കളെ? താപനില എന്ന ഭൗതിക, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. താപനില എന്ന ഭൗതിക അളവാണ് നമ്മൾ ഇവിടെ എന്താക്കിയത്? അളന്നത് അല്ലേ? അപ്പൊ എന്താക്കി? ഇവിടെ യൂസ് ചെയ്ത സംഖ്യാമൂല്യം 37.8 ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത സംഖ്യാമൂല്യം. 37.8 എന്ന് വെറുതെ എഴുതുകയാണോ ചെയ്യുക? താപനില കണ്ടെത്തിയ അല്ല. അവിടെ നമ്മൾ യൂണിറ്റ് എന്ത് യൂസ് ചെയ്യും? സെൽഷ്യസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ കുട്ടീന്റെ താപനില 37.8 ആണെങ്കിൽ ഇങ്ങനെ എഴുതുകയാണോ ചെയ്യുക? അല്ല, 37.8 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതും. നിങ്ങൾക്ക് നല്ല പനി കേട്ടോ, അന്ന് നിങ്ങൾ ഹോസ്പിറ്റൽ പോയി എന്നിട്ട് പറയും, ഈ കുട്ടിക്ക് നല്ല പനിയുണ്ട്, ഈ കുട്ടീൻ്റെ ശരീരത്തിന്റെ ഊഷ്മാവ് എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ്. 50 എന്നാണോ പറയുക? അല്ലെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് എന്നാണോ നമ്മൾ പറയുക? നേഴ്സോ ഡോക്ടേഴ്സോ ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് അപാരപ്പനിയാണ്, 50 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന്റെ താപനില അളക്കാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്തത്? 37.8 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അല്ലെ? അങ്ങനെയാണ്, അതായത് താപനില കണ്ടെത്തിയത് ഈ ഒരു യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ താപനില എന്താക്കിയത്? പ്രസ്താവിച്ചത്. മനസ്സിലായോ? കണ്ടെത്തിയത്, സോറി, ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത്, ഞാൻ കണ്ടെത്തിയത് ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. അതായത് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് നമ്മുടെ എന്താണ് ശരീരത്തിന് താപനില കണ്ടെത്തി. ആ താപനില നമ്മൾ പ്രസ്താവിക്കുക എങ്ങനെയാണ്? 37.8. ഈ കുട്ടീൻ്റെയാണ് 8 ആണോ എഴുതുക? അല്ല, ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതും. അപ്പം ഈ താപനിലയുടെ സംഖ്യാമൂല്യം എവിടത്തെയാണ്? ഇതാണ് അവിടുത്തെ സംഖ്യാമൂല്യം 37.8 അല്ലേ? ഇത് എഴുതി. യൂണിറ്റ് എന്താ മക്കളെ നമ്മൾ യൂസ് ചെയ്തത്? സെൽഷ്യസ് ആണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പം ഞാൻ സെൽഷ്യസ് എഴുതി. മനസ്സിലായോ? ഇതിനെ രേഖപ്പെടുത്തുന്ന രീതിയാണ് ഇതേപോലെ 37.8 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ എഴുതുള്ളൂ. അല്ലാതെ 38 വെറും 37.8 വെറും സെൽഷ്യസ് നല്ല എഴുതുക മക്കളെ. അതിനെ രേഖപ്പെടുത്തുന്ന രീതി 37.8 ഒരു ഡിഗ്രി ഇടണം. ഡിഗ്രി സെൽഷ്യസ് എന്നാണ് രേഖപ്പെടുത്തുക. അപ്പൊ ഓരോ അളവിനെയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല നമ്മൾ അടയാളപ്പെടുത്തുക. അതിൻ്റെ ഒരു പ്രത്യേക രീതി ഉണ്ട്. അതുകൊണ്ടാണ് ഈ താപനില എപ്പോഴും നിങ്ങളുടെ ടെമ്പറേച്ചർ ഇനിയിപ്പോൾ 50 ആണെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് വേണം രേഖപ്പെടുത്താൻ. അതായത് ഒരളവ് മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അളവ് രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഒരു സംഖ്യാമൂല്യവും അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നോക്കിയേ, ചിത്രം 1.13. ഈ കുട്ടിയുടെ എന്താ
ഉയരം അളക്കുകയാണ് ചെയ്തത്. ഉയരം അളന്നു. അങ്ങനെ ഉയരം അളന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 165 കിട്ടി. നിങ്ങൾ 165, ഓ ഇയാളുടെ സാധനം, ഇയാളുടെ ഹൈറ്റ് 165 പറയുകയാണോ ചെയ്യുക? അത് എങ്ങനെയാണെന്ന് പറയണ്ടേ? അതായത് അദ്ദേഹത്തിന്റെ ഹൈറ്റ് ഇപ്പൊ ഞാൻ പറയാണ് 165 സെന്റിമീറ്റർ. നിങ്ങളുടെ ഹൈറ്റ് ഇപ്പൊ എത്രയായിരിക്കും? 108 ആണെങ്കിൽ 108 സെന്റിമീറ്റർ എന്ന് പറയും. അപ്പോഴാണ് മനസ്സിലാവും, ഓ ഇയാൾക്ക് ഇത്ര ഹൈറ്റ് ആണുള്ളത് നമ്മൾ പറയും അല്ലെ, ഇത്ര ഉയരമാണുള്ളത് എന്ന് പറയും. അപ്പം ഉയരം എന്നത് ഇവിടെ എത്രയാണ്? 165 എന്താണ്? സംഖ്യാമൂല്യത്തിലാണ് രേഖപ്പെടുത്തിയത്. ഇതാണ് എന്ത്? അതിന്റെ സംഖ്യാമൂല്യം. ഇവിടെ ഉപയോഗിച്ച യൂണിറ്റ് ഏതാ? ഇത് കണ്ടിട്ടാണ് ഞാൻ സെന്റിമീറ്റർ പറഞ്ഞത്. മുകളിലുണ്ട്, ഓ സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്തത് ഏതാണ്? സെന്റിമീറ്റർ. അപ്പൊ ഇതിനെങ്ങനെയാ രേഖപ്പെടുത്തുക? വേറെ ഒന്നുമില്ലേ, എത്രയാണോ അളവ് ആ ഒരു രേഖാമൂല്യം എഴുതി, സംഖ്യാമൂല്യം എഴുതി, 165. അതിന്റെ കൂടെ എന്തിടണം? യൂണിറ്റ് എഴുതണം. സെന്റിമീറ്റർ സംഖ്യാമൂല്യം മാത്രം മതിയോ? ഒരളവുണ്ടെങ്കിൽ അളവിനെ രേഖപ്പെടുത്താൻ ഒരു സംഖ്യാമൂല്യവും അതിന്റെ കൂടെ ഒരു യൂണിറ്റും നിർബന്ധമായിട്ട് എഴുതണം. 165 സെന്റിമീറ്റർ ആട്ടോ ഇയാളുടെ ഹൈറ്റ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ചിത്രം 1.14. ഇവിടെ എന്താ ചെയ്തത്? ഇതിന്റെ തൂക്കം അഥവാ ഭാരം അളക്കുകയാണ് ചെയ്തത്. അങ്ങനെ തൂക്കം അളന്നപ്പോൾ എന്ത് കിട്ടി? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഉപയോഗിച്ച ഭൗതിക അളവ് മാസ് എന്ന ഭൗതിക അളവാണ് ഉപയോഗിച്ചത്. മാസ് എന്ന ഭൗതിക അളവ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തി? ഇതിന് എത്രയുണ്ട് എന്ന് കണ്ടെത്തി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത്ര കിലോഗ്രാം ഉണ്ട്. ഇപ്പൊ ഇവിടെ 1 കിലോഗ്രാം എന്നാ വെച്ചത്. അപ്പൊ അത് രണ്ടും എന്താണ്? ഈക്വലായി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ്? ഇതിന്റെ മാസ് 1 കിലോഗ്രാം ആണ് എന്ന് മനസ്സിലായി. അങ്ങനെ 1 കിലോഗ്രാം ആണെങ്കിൽ അവിടുത്തെ സംഖ്യാമൂല്യം എത്രയാണ്? 1. അവിടെ ഉപയോഗിച്ച യൂണിറ്റ് കിലോഗ്രാം എന്ന യൂണിറ്റ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ 1 എന്ന് മാത്രം എഴുതാൻ പറ്റുമോ? ഇല്ല, 1 കിലോഗ്രാം എന്ന് എഴുതണം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുക? ഓരോ ഭൗതിക അളവിനെയും രേഖപ്പെടുത്തുന്നത്. എന്ത് വേണം? ഒരു സംഖ്യാമൂല്യം വേണം. ആ സംഖ്യാമൂല്യം എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും വേണം. നമ്മൾ ഉപയോഗിച്ച ഭൗതിക അളവിനനുസരിച്ച് അവിടുത്തെ യൂണിറ്റ് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിന്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, തെറ്റിക്കരുത്. മനസ്സിലായോ? നോക്കിയേ, മാസ് എന്ന് പറയുമ്പോൾ 15 ഗ്രാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അടയാളപ്പെടുത്താം? 15 കിലോഗ്രാം. അതായത് ഒരു സംഖ്യാമൂല്യം വേണം, അതിന്റെ കൂടെ ഒരു യൂണിറ്റും എഴുതണം. അടുത്ത നോക്കിയേ, താപനില. താപനില എന്ന് പറയുമ്പോൾ എന്തെഴുതണം? അതിന്റെ കൂടെ ഒരു സംഖ്യാമൂല്യം 1 എന്ന് എഴുതണം. അതിന്റെ കൂടെ എന്താക്കണം? ഒരു യൂണിറ്റ് അഥവാ സെൽഷ്യസ്. ഇപ്പം 1 സെൽഷ്യസ് എന്ന് എഴുതിയത് നമ്മൾ എഴുതുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് എഴുതുക. മനസ്സിലായല്ലോ? അടുത്തത് നീളം അളന്നപ്പോൾ നമ്മൾ എന്താക്കി? അയാളുടെ 165 സെന്റിമീറ്റർ എന്ന് എഴുതി. അല്ലെങ്കിൽ ഇത്ര മീറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. ഒരു റൂമിന്റെ നീളമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മീറ്ററിലാണ് സൂചിപ്പിക്കുക. അപ്പൊ നോക്കിയേ, 5 സെന്റിമീറ്റർ അഥവാ 5 മീറ്റർ. അതായത് ഒരു സംഖ്യാമൂല്യവും അതിന്റെ കൂടെ ഒരു യൂണിറ്റും നിർബന്ധമായിട്ടും എഴുതണം. ഇങ്ങനെ ഓരോ ഭൗതിക അളവ് പ്രസ്താവിക്കാനും അതിന്റെ മൂല്യം കാണിക്കുന്ന സംഖ്യ വേണം. അതിനെയാണ് സംഖ്യാമൂല്യം എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യ വേണം, അതിന്റെ കൂടെ എന്തും വേണം? യൂണിറ്റും വേണം. അങ്ങനെ വേണം നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്തെഴുതാൻ. മനസ്സിലായോ? ഇത് കുറച്ച് എക്സാമ്പിൾ മാത്രമേ തന്നുള്ളൂ. ഏത് ഭൗതിക അളവ് എടുക്കുമ്പോഴും അതിന്റെ യൂണിറ്റും അതുപോലെ തന്നെ ആ യൂണിറ്റിന്റെ ഒപ്പം അതിന്റെ മൂല്യവും വാല്യൂവും എഴുതണം. മനസ്സിലായോ? അതിന്റെ എക്സാമ്പിൾ ആണ് മാസ് 15 കിലോഗ്രാം അല്ലെങ്കിൽ 15 ഗ്രാം എന്ന് പറയുമ്പോൾ 15 അവിടുത്തെ എന്താണ്? 15 അവിടുത്തെ സംഖ്യയാണ്. ഗ്രാം എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെ ചേർത്ത് വേണം എഴുതാൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മക്കളെ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചത് ഏതൊക്കെ ഭൗതിക അളവുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറയാം. മനസ്സിലായാലും നിങ്ങൾക്ക് അറിയുന്ന എല്ലാ അളവുകളും ഭൗതിക അളവ് എന്ന് പറയാം. ഓരോ സന്ദർഭത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന അളവുകളാണ് ഭൗതിക അളവുകൾ. പിന്നെ ഭൗതിക അളവിന് എന്ത് ചെയ്തു? 2ആയി തരംതിരിച്ചു. 1 അടിസ്ഥാന അളവുകൾ. വല്ല ബന്ധമുണ്ടോ? ഇല്ല. അങ്ങനെ ബന്ധമില്ലാതെ സിംഗിൾ പ്രസംഗമായി കിടക്കുന്നത് നമ്മുടെ അടിസ്ഥാന അളവുകൾ. നമ്മുടെ അടിസ്ഥാന സാധനമാണ് നമ്മുടെ അടിസ്ഥാന അളവുകൾ. പിന്നെ ആ അടിസ്ഥാന അളവ് ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നത് വ്യുൽപ്പന്ന അളവുകൾ. രണ്ടും മറക്കരുത്. എന്താണ് നമ്മൾ പഠിച്ചു. പിന്നെ വ്യുൽപ്പന്ന അളവുകൾക്ക് എക്സാമ്പിളും അതുപോലെ അടിസ്ഥാന അളവുകൾക്ക് എക്സാമ്പിളും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു അളവ്, ഒരു ഭൗതിക അളവിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നും നമ്മൾ പഠിച്ചു. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ഇതെന്താക്കണം? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക. അല്ലെങ്കിൽ എന്താക്കുക? ഈ ക്ലാസ് അങ്ങോട്ട് കേൾക്കുക. ക്ലാസ് അങ്ങനെ കേട്ട് തറോ നിങ്ങൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് എന്താക്കുക? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പൊ നിങ്ങൾ ആ 7 അടിസ്ഥാന അളവുകളൊക്കെ ടപ്പേ
എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പോയി പറയുമ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കും, ഒരു ഡൗട്ടും ഇല്ലാതെ. 4 അളവുകൾ ഒറ്റയടിക്ക് പഠിച്ചു, പിന്നെ 3 അളവുകൾ അഡീഷണൽ, അങ്ങനെ 7 അളവുകൾ. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് വ്യുൽപ്പന്ന അളവുകളും എഴുതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വരും. ഇതേ ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.